നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശം അയക്കുകയും ബീച്ചിൽ നിന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത ഡോക്ടർ പോക്സോ കേസിൽ അറസ്റ്റ്. കണ്ണൂർ സ്വദേശി ഡോക്ടർ അലൻ അലക്സ് ആണ് അറസ്റ്റിലായത്. 32-കാരനായ ഇദ്ദേഹം പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന് കണ്ടെത്തിയതോടെയാണ് ഇന്നലെ വൈകിട്ടോടെ പോക്സോ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അലന്റെ കാറും കസ്റ്റഡിയിലെടുത്തു. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട കാക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെൺകുട്ടിക്ക് സമൂഹമാധ്യമത്തിലൂടെ അലൻ നിരന്തരം അശ്ലീല സന്ദേശം അയക്കുകയായിരുന്നു. പെൺകുട്ടി ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആസൂത്രണം ചെയ്തത് പ്രകാരം കഴിഞ്ഞ ദിവസം രാവിലെ ഡോക്ടറോട് ബീച്ചിലെത്താൻ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് അലൻ കാറിൽ ബീച്ച് റോഡിലേക്ക് എത്തി. കുട്ടിയെ ബന്ധപ്പെട്ടപ്പോൾ കടപ്പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ എത്തിയതോടെ കാത്തുനിന്ന ബന്ധുക്കൾ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് വെള്ളയിൽ പോലീസിനെ വിവരം അറിയിച്ചു. പെൺകുട്ടിയുടെ പരാതിയിൽ ഡോക്ടർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് സ്വകാര്യ ക്ലിനിക്കിലാണ് ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് ഡോക്ടർ നിരന്തരം അശ്ലീല സന്ദേശം അയച്ചുവെന്നാണ് പരാതി. ശല്യം വർദ്ധിച്ചതോടെ പെൺകുട്ടി ഇക്കാര്യം ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് ഡോക്ടറുടെ പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അലക്സ് സ്വന്തം കാറിൽ ബീച്ചിൽ വന്ന് എത്തുകയായിരുന്നു. അവിടെ കാത്തുനിന്ന പെൺകുട്ടിയെ കാറിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത്. പിന്നീട് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോക്സോ വകുപ്പ് ചേർത്ത് കേസെടുത്ത വെള്ളയിൽ പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായി കണ്ടെത്തിയതോടെയാണ് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ പാലക്കാട് വല്ലപ്പുഴയിൽ 15-കാരിയെ കാണാതായിട്ട് 6 ദിനം പിന്നിട്ടിട്ടും കുട്ടിയെ കണ്ടെത്താനാവാതെ പോലീസ്. ഡിസംബർ 30-ന് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയ ചൂരക്കോട് അബ്ദുൽ കരീമിന്റെ മകൾ ഷഹന ഷെറിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. കുട്ടിയെ കണ്ടെത്താൻ 36-അംഗ സംഘം 5 ടീമുകളെ പരിശോധന തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ കണ്ടെത്താനാവാത്തതിൽ ആശങ്കയിലാണ് രക്ഷിതാക്കളും. ഡിസംബർ 30-ന് രാവിലെ ചൂരക്കാട്ടെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് ഇറങ്ങിയതായിരുന്നു ഷഹന ഷെറിൻ. 9 മണിയോടെ ട്യൂഷൻ ക്ലാസ് വിട്ടു. ശേഷം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികളോട് ബന്ധവീട്ടിൽ പുസ്തകം എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ഷഹന പോയത്. കൂട്ടുകാരികൾക്ക് മുന്നിൽ നിന്ന് തന്നെ വസ്ത്രവും മാറി. സമയമായിട്ടും സ്കൂളിൽ എത്താതായതോടെ രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താനായില്ല. മുഖം മറച്ചതിനാൽ ഷഹന തന്നെയാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാനുമായിട്ടില്ല. സംഭവ ദിവസം പരശുരാം എക്സ്പ്രസിൽ കുട്ടി കയറിയതുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം വരെ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി. പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു. എന്നിട്ട് പോലീസിന് തുമ്പൊന്നും കിട്ടിയില്ല. കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ബന്ധുക്കൾ പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ ഇവിടങ്ങളിൽ ഒന്നും തന്നെ കുട്ടി എത്തിയിട്ടില്ല എന്നാണ് വിവരം. കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും വസ്ത്രം മാറി മുഖം മറച്ചാണ് കുട്ടി പോയതെന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 2 DYSPമാർ, CIമാർ, SIമാർ അടങ്ങുന്ന 36-അംഗ സംഘം 5 ടീമുകളായാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.